വന്നപ്പോൾ അവിടെ മാറിപ്പോയതുണ്ടോ? ഇവിടെ വണ്ടിയിലിരുന്നോ? ആ നമ്മളിപ്പോൾ വണ്ടി മാറ്റിയിട്ട് പെട്ടെന്നാണ് പോകാൻ പറ്റും. ആ ഇത് കലണ്ടൂല എന്ന് പറയും. കലണ്ടൂല ഇതേ ഞാൻ പറഞ്ഞില്ലേ. ഇതെല്ലാം ഈ സീസണിൽ ഇതുണ്ടോ, ഇത് റയറാണ് ഇവിടുത്തെ. നല്ല ഫ്ലവർ നിൽക്കുക. അത് അങ്ങനത്തെ മുഖായിരിക്കും. അത് അങ്ങനത്തെ മുഖായിരിക്കും. നോക്കാം. ഇത് കലണ്ടൂല. അതെ, അതിൻ്റെ പേര് കലണ്ടൂല. കലണ്ടൂല ആ ചെടിയാണ് കലണ്ടൂല. അതിൻ്റെ പേര് ഇഷ്ടപ്പെടില്ല. പോവും. നിൽക്കില്ല. അതിപ്പോ 2 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ പോയി. ലൈഫില്ല. ഇത് ഈ സീസണിൽ. ഇതിപ്പോ അടുത്ത മാസം വന്നാൽ ഇതെല്ലാം സീഡായി ഇവിടെ കിടക്കും. പിന്നെ നമ്മൾ എഫിമറൽസ് എന്ന് പറയും. വെള്ളം ഒഴിച്ചാൽ എൻ്റെ ലൈഫ് അത്രയേ ഉള്ളൂ. നമ്മുടെ വെള്ളരി അറിയാമല്ലോ. വെള്ളരി എന്ത് ചെയ്താലും എത്ര മാസം നിൽക്കും? നമ്മൾ എഫിമറൽസ് സീസണൽ പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത്. അത്രേ ഉള്ളൂ.
എല്ലാ സീസണിലും വെള്ളരി ഉണ്ടാവില്ല. വെള്ളരി വളർന്ന് പൂത്ത് കഴിഞ്ഞാൽ എത്ര കാലം നിൽക്കും? അത് കഴിഞ്ഞാൽ പിന്നെ അത് പോയി ചത്തു. അതിൻ്റെക്ക് അത് പൂക്കും കായ്ക്കും. അത് വണ്ടി പോകുന്നതിനാണ് അവിടെ അടിച്ചിരിക്കുന്നത് അല്ലേ? നടന്നു പോകുന്നേ ഉള്ളൂ. നല്ല ഏരിയ. ആൾക്കാർ ഇതൊക്കെ പോയി കുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഏരിയ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സാൽമുക്ക് അല്ലേ? സാൽമുക്ക് എന്നല്ലേ പറഞ്ഞു? സാൽമുക്ക് എന്നല്ലേ കണ്ടേ? കേട്ടാ പൂള് നിറഞ്ഞിങ്ങനെ. തലക്ക് പിടിച്ചോ? എന്ത് കോൾഡ് നേരത്തെ ഉള്ളതാ ഇന്നിപ്പോൾ കിട്ടിയതാ? ഇന്നലെ ഉണ്ട്, പിന്നെ 2 ദിവസമായി ഉണ്ട്. ശരി. ഇത് മഴ പെയ്യുമ്പോൾ വെള്ളം അത്ര ഇവിടെ റിസർവ് ആവും. റിയാദിൽ അപ്പുറത്തോട്ട് വരാറുണ്ട്. നമ്മൾ മുമ്പ് ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ അറിയാമല്ലോ? ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ പുറകു വശത്ത് ഇതുപോലെ ചുമ്മാ വെള്ളം കെട്ടി കിടക്കുമായിരുന്നു മാസങ്ങളോളം. ഇതിപ്പോൾ കെട്ടി വെച്ചിക്കണാണല്ലോ. മറ്റേ കുഴികൾ വെള്ളം നിറഞ്ഞു കിടക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ, ചതുപ്പ് പോലെ കിടക്കും. എന്നിട്ട് മാസങ്ങളോളം കിടക്കും. ഒന്നും അവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും. മീൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. നല്ല ഇറക്കുണ്ട്. വെള്ളത്തിൽ ഇറങ്ങാൻ കുഴപ്പമില്ല. ഞാൻ മീൻ വല്ലതും ഉണ്ടോ നോക്കുന്നു. ഉണ്ടാ എന്ന് നോക്കുന്നത് കണ്ടില്ല. സാമാന്യം നല്ല വിസ്തൃതിയുണ്ട് വാട്ടർ ബോഡി. ഒന്നുമില്ല, കണ്ടില്ല. ഇതിവിടുത്തെ നാച്ചുറൽ മരങ്ങളാണ്. അക്കേഷ്യ. അത് അതിൻ്റെ വേറെ ഇനം. ഇത് ഇവിടുത്തെ സ്വദേശിയാണ്. മീനൊന്നും കണ്ടില്ല.
ഇതിപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ മഴ ഉണ്ടായെന്നുണ്ടാണ് ഇത്രയും വെള്ളം ഉള്ളത്. അയാൾ ചേറായിട്ട് ഇരിക്കാനുള്ള ആ അതങ്ങനെ ഇരിക്കുക നേരത്തെ അവിടെ ഇരുന്നാളല്ലേ ആണെന്ന് തോന്നുന്നു എന്നിട്ട്. അല്ല അതാണ് മഴ ഇത്ര പെരുത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും പെരുക്കില്ല. അല്ല മഴ നല്ല മഴയത്ത് വെള്ളം എല്ലാം മണ്ട കയറും. സൽമുഖ് ഡാം ഇതുപോലെ ഒന്ന് നിയമത്തിൽ അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വാട്ടർ കാസ്കാഡായിട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ദുബായിലേക്കടുത്ത് മൊവൈലി എന്ന സ്ഥലമുണ്ട്. എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത്, പക്ഷേ അതിനകത്ത് വെള്ളമില്ലായിരുന്നു. അവർ ഡാമിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. നടക്കില്ല അല്ല ഈ മഴത്തൊന്നും കയറി കെട്ടി നിൽക്കും. അത് സ്വാഭാവികമായിട്ട് നിന്ന് ഒഴുകി പോകേണ്ട വെള്ളത്തിന് ഈ കഴിഞ്ഞ മഴയത്തുണ്ടായത്. ഇവിടെ അത്രയും വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്, അല്ലെങ്കിൽ ഇത്രയും തക്കാളിയല്ല ഇതിൻ്റെ ചെടി കണ്ടിട്ടില്ല ഇതുവരെ. ഇത് കണ്ടിട്ടുണ്ട്. അടുത്ത മാസം വന്ന പൂവുകൾ കാണും. ഇതറിയാം, ഇതിവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പച്ചക്കറിയായിട്ട് പോയി കണ്ടിട്ടില്ല, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഇതിൻ്റെ ഇത് വിത്തില്ലേ ഉണങ്ങി നമ്മൾ ദേഹത്ത് പറ്റി പിടിക്കും. പക്ഷെ ഇതിനെ കണ്ടിട്ടില്ല ഞാൻ. നല്ലൊരു ചെറിയ ക്ലൈമറ്റ് ഇവിടെ ഉണ്ട്. എന്താ അറബിയിൽ എഴുതിക്കുന്നത് എന്തുവാ? ഏതാ? ഇതങ്ങോട്ട് ഫ്ലോ ഉള്ളത്, ഇവിടെ നിറഞ്ഞ് ഇങ്ങോട്ട് ഒഴുകും. അതാണ് അവിടെയാണെന്ന് തോന്നുന്നു. വലിച്ചു കൊടുക്കും. അവിടെ അങ്ങനെ കാണുന്നുണ്ടോ? എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒഴുകുമായിരിക്കും. അവിടെ നല്ല ചതുപ്പുണ്ടായിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം. വെള്ളമൊക്കെ ഒഴുക്കി. Okay. Oh, this is the flowing area. തുറക്കില്ല, ഓവർ ഡാം ചെയ്യാൻ വേണ്ടി വീടുണ്ട്. വെള്ളം ഇങ്ങനെ അപ്പോൾ ചാടി ചാടി ഒഴുകും. തുറക്കാനുള്ള സൗകര്യം ഇതിനകത്തില്ലെന്നു. ഇല്ലല്ലോ, ഇല്ല അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ അവിടെ ചെയ്തിട്ടില്ലെന്നു. ഇത് വെള്ളം ഇങ്ങനെ ഓവർ ഫ്ലോ ചെയ്യാൻ വേണ്ടി. ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ സംവിധാനം ഇല്ല. അത് ഇതുവരെ അവർ തറയാൻ അനുവദിക്കും, അത് കഴിഞ്ഞാൽ വെള്ളം. പക്ഷേ കഴിഞ്ഞ മഴ ഇത്രയും വെള്ളം നിൽക്കുകയില്ലേ. പായലുകൾ കൊള്ളാം. എന്തായാലും നല്ലൊരു കാഴ്ച. ഇതിനിപ്പോൾ ഒരു വണ്ടിയൊക്കെ വരാൻ വേണ്ടി ലെവൽ ചെയ്ത് വണ്ടി അവിടെ അപ്പോഴത്തെ
ഇവന്മാരല്ലേ ആൾക്കാർ എത്തിച്ചോളൂ. 4 വീൽ ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ അച്ഛൻ കഴിച്ച് പോകും. അങ്ങോട്ടൊക്കെ ഡ്രൈവ് വണ്ടി പോകണണ്ടില്ലേ. സാൽമുഖ് ഡാം സാൽബൂക്കാണ്. കൊള്ളാം. നോട്ട് ബാഡ്. Not bad. I think it's better than nothing. Yeah. Dear visitor, do not approach and swim in the lake. Anyway, thank you. കേരളത്തിലെ ഡാമൊക്കെ ഉദ്ദേശിച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമില്ല. കേരളത്തിലെ ഡാമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലേ ഇതൊന്നും ഒന്നുമല്ല.